ടോപ്പിക് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഗുഡ്സ് വിറ്റു, ഓക്കെ, കസ്റ്റമേഴ്സിന് വിറ്റു. പക്ഷേ അവർക്ക് ആ ഗുഡ്സ് അവർ പ്രതീക്ഷിച്ച ക്വാളിറ്റി ഉണ്ടായില്ല, അല്ലെങ്കിൽ വല്ല ഡിഫക്റ്റീവ് ആണ്, അങ്ങനെ എന്തൊക്കെയോ കുറേ റീസൺസ് പറഞ്ഞ് അവർ ആ ഗുഡ്സ് തിരിച്ചു തരാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു തരാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഗുഡ്സ് കസ്റ്റമറിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർമർ പ്രിപ്പയർ ചെയ്യുന്ന സെല്ലറും അതുപോലെ ലാറ്റർ അത് പ്രിപ്പയർ ചെയ്യുന്നത് ബയ്യറുമായിരിക്കും. ഓക്കെ, ഇനി ഇതിലുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞാൽ കസ്റ്റമറിന്റെ പേരും അതുപോലെ ഇവർ റിസീവ് ചെയ്യുന്ന സെല്ലർ റിസീവ് ചെയ്യുന്ന ഗുഡ്സിന്റെ ഡീറ്റെയിൽസും അതിന്റെ എമൗണ്ടും ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ ഇൻഫർമേഷൻസ് പറഞ്ഞാൽ. പിന്നെ ഓരോ ക്രെഡിറ്റ് നോട്ടും സീരിയലി നമ്പർഡ് ആൻഡ് ഡേറ്റഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പിന്നെ താഴെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സെയിൽസ് റിട്ടേണിന്റെ ഒരു പ്രൊഫോമ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഡേറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് നമ്പർ ഉണ്ടാകും, അതുപോലെ നെയിം ഓഫ് കസ്റ്റമർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സെയിൽസ് റിട്ടേൺ ബുക്കിലെ 5 കോളംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതോടൊപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.